ജോസ് കെ മാണി നയിച്ച LDF മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ വൻ വിജയമായതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. ജാഥ കടന്നുപോയ വീഥികളിലും സ്വീകരണ കേന്ദ്രങ്ങളിലും വൻ ജനക്കൂട്ടമായിരുന്നു ജാഥയെ വരവേൽക്കാനെത്തിയത്. രാത്രി വൈകിയും ആയിരങ്ങൾ ജാഥയെ സ്വീകരിക്കാൻ വഴിയോരങ്ങളിൽ കാത്തുനിൽക്കുകയുന്നതും കാണാമായിരുന്നു. ഈ മാസം 6-ന് റാന്നിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ജാഥ 8 ദിവസത്തെ പര്യടനത്തിനിടെ കടന്നുപോയത് 4 ജില്ലകളിലൂടെ. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ 32 കേന്ദ്രങ്ങളിലായിരുന്നു സ്വീകരണം. ഓരോ കേന്ദ്രത്തിലും ശരാശരി 15,000-നടുത്ത് ആളുകൾ എത്തിയിട്ടുണ്ടെന്നാണ് LDF കണക്ക്. അങ്ങനെയെങ്കിൽ ജാഥാംഗങ്ങൾ നേരിൽ കണ്ടതും സംവദിച്ചതുമായി 4.5 ലക്ഷത്തോളം ആളുകൾ വരും. അവരോട് നേരിട്ട് രാഷ്ട്രീയം പറയാനായി എന്നതാണ് ജാഥയുടെ നേട്ടം. വ്യക്തിപരമായി ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സർക്കാർ എന്തു ചെയ്തു എന്നുള്ളതാണ് പലപ്പോഴും അവരാഗ്രഹിക്കുന്നത്. എനിക്കിത് കിട്ടി എന്ന് പറയും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും ക്ഷേമ പെൻഷൻ അവർ പറയുന്നത്, ഞങ്ങൾ പലരുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ക്ഷേമ പെൻഷനാണ് ഏറ്റവും ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നത്. മറ്റതെല്ലാം വേണം തീർച്ചയായും. അത് ഇന്നത്തെ ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, ജനിക്കാൻ പോകുന്ന ജനവിഭാഗങ്ങൾക്കും തലമുറയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഇടത് സർക്കാർ നടപ്പാക്കിയ വികസന ക്ഷേമ പദ്ധതികൾ തന്നെയായിരുന്നു ഓരോ കേന്ദ്രത്തിലും ഒഴുകിയെത്തിയ 10,000-ങ്ങളോട് ജാഥാ ക്യാപ്റ്റനും അംഗങ്ങൾക്കും പറയാനുണ്ടായിരുന്നത്. കേവലം പൊതുയോഗങ്ങളിൽ മാത്രം ഒതുക്കിയില്ല ജാഥാ പര്യടന പരിപാടി. എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ വെച്ച് സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവരുമായി ജാഥാംഗങ്ങൾ ആശയവിനിമയം നടത്തി. ജാഥാ ക്യാപ്റ്റൻ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയെ കൂടാതെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ, CPI അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP എന്നിവരും LDFിലെ മറ്റ് ഘടകകക്ഷി നേതാക്കളും അംഗങ്ങളായിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ആയിരുന്നു ജാഥാ മാനേജർ. കൈരളി ന്യൂസ്, കൊച്ചി.